ഞാനും മേരിമോളും കൂടെ ഈവനിങ് ഒന്ന് നമ്മുടെ തൊട്ടടുത്ത നെസ്റ്റോയിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ചക്ക ഇരിക്കുന്നത് കണ്ടത്. 1 കിലോ ചക്കയുടെ വിലയാണ് ഏകദേശം 8.99 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ശരാശരി ഒരു UAE-യിലുള്ള മലയാളി ഒരു 5 കിലോ കുറഞ്ഞത് കിട്ടുന്ന ഒരു ചക്ക കിട്ടണമെങ്കിലും 1500 രൂപ ചിലവാക്കണം കേട്ടോ. നമ്മുടെ മലയാളികൾക്ക് അവിടെ ചക്ക വേണ്ട, ഇവിടെ പൊന്നും വില കൊടുത്തിട്ടാണ് കേട്ടോ ഇവരൊക്കെ ചക്ക കഴിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ എന്താ വിചാരിച്ചു? ഇത് കണ്ടപ്പോൾ അണ്ടിപ്പരിപ്പ് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചോ? അങ്ങനെയല്ല കേട്ടോ, വെളുത്തുള്ളി തൊലി കളഞ്ഞ് നല്ല നീറ്റ് ആൻഡ് ടൈഡി ആക്കിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ. പിന്നെ നമുക്ക് കറിവേപ്പില, നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന കറിവേപ്പിലയാണ്. ഒരു പാക്കറ്റിന് ഏകദേശം 40 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ഒരു തണ്ട് കറിവേപ്പില നമ്മളിവിടെ മേടിക്കുന്നത്. അപ്പോൾ അത്രയും വിലപിടിപ്പുള്ള സംഭവങ്ങളാണ് ഇവിടെ എത്തുമ്പോൾ ഇതിനെല്ലാത്തിനും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അതിനൊരു ബേസിൽ ലീഫ് വേണം. അപ്പോൾ അത് നമുക്ക് ഈ കറിവേപ്പില പോലെ അങ്ങനെ പാക്കറ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചട്ടിയേപ്പാടെയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇനി അതിനെ നട്ട് വളർത്തി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും അതിന് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പൈനാപ്പിളും എല്ലാം നല്ല സുലഭമായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും UAE-യിലാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കിട്ടില്ല എന്ന് വിചാരിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. അതേ കടച്ചക്ക, നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും പോയാലും സീസണായിട്ട് മാത്രമേ നമുക്ക് കടച്ചക്ക കാണാൻ കിട്ടുള്ളൂ. ഇവിടെ ഞാൻ നോക്കിയിട്ട് ഏതൊക്കെ കാലത്ത് വന്നാലും ഈ കടച്ചക്ക കാണാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് വാഴപ്പിണ്ടി. നമ്മുടെ ഇവിടെ വാഴപ്പിണ്ടി, പിന്നെന്താ വാഴക്കല്ല അങ്ങനെയൊക്കെ പറയില്ലേ, ഉണ്ണിപ്പിണ്ടി. അപ്പോൾ അതൊക്കെ തോരൻ വയ്ക്കാനായിട്ടും ഇവിടെ അതൊക്കെ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് എന്തായാലും ഒരു 4 മണി നേരത്താണ് ഞങ്ങൾ പോയത്. ചായക്കടിക്കുള്ള എല്ലാതും ഉണ്ട്. പഴംപൊരി, ഉണ്ടംപൊരി, വട്ടയപ്പം, കോഴിക്കോട്ട, എല്ലാ സംഭവങ്ങളും കണ്ണാടിക്കൂട്ടിലാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, നല്ല മീൻചാറ് കൂട്ടിയിട്ട് കപ്പപ്പുഴുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞ കളറ് നല്ല ഉടച്ച് വെച്ചിട്ടുള്ള കപ്പപ്പുഴുക്കുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഞങ്ങൾ മേടിച്ച് മേരിമോള് ബില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇന്ന് മേരിമോൾക്ക് സ്പെഗാട്ടി ഉണ്ടാക്കണം. അപ്പോൾ അപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കാനായിട്ട് യൂട്യൂബിലൊക്കെ നോക്കി അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നെസ്റ്റോയിൽ പോയി മേടിക്കണമെന്ന്. ഒരു കാര്യവും ഒരു ഇൻഗ്രീഡിയൻറ്റും കുറവ് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആയതുകൊണ്ട് നമുക്കതെല്ലാം മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം മേടിച്ച് ബില്ല് ചെയ്ത് ഞാനും മേരിമോളും കൂടെ പതുക്കെ കവറൊക്കെ തൂക്കി പിടിച്ച് നമ്മൾ ഫ്ലാറ്റിലോട്ട് നടന്നു വരാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ മോൻ എന്നും ഈ കാർ പാർക്കിങ്ങിന് കളിക്കാനായിട്ട് ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ പോകും. അപ്പം ഞാൻ വിളിച്ച വഴിക്ക് തന്നെ വേഗം എന്തൊരു അനുസരണമുള്ള മോനായിട്ട് വേഗം അവൻ്റെ വണ്ടി എടുത്ത് ഓടി വന്നു കേട്ടോ. ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനിപ്പോൾ വരുന്നില്ല, നിങ്ങൾ പോക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന്. അങ്ങനെയും പറഞ്ഞ് അതും പറഞ്ഞു കഴിഞ്ഞ് ആൾ തിരിച്ചു പോയിട്ടോ. എന്തെങ്കിലും ആവട്ടെ, അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് സാവധാനം പോലെ വരട്ടെ എന്ന് വിചാരിച്ച് ഞാനും മേരിമോളും ലിഫ്റ്റ് കയറി ഇനി ഫ്ലാറ്റിലെത്തി. ഇനി പെഗാട്ടി ഉണ്ടാക്കുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ.